പെൺകുട്ടിയും യുവാവും ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരുന്നു. പെൺകുട്ടിയുടെ ജോലി അവസരങ്ങളൊക്കെ തടഞ്ഞു വെക്കാനായി അയാൾ മാനേജറെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. കമ്പനിയിൽ തിരിച്ചെത്തിയ പെൺകുട്ടിയാവട്ടെ ബോസ് ശകാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത്രയധികം കഴിവുള്ള ഒരു മാനേജറായിട്ട് പോലും അവൾക്ക് അഭിനേതാവിന്റെ കയ്യിൽ നിന്ന് ഒരു ഒപ്പ് വാങ്ങാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ച് അവളെ ശകാരിക്കുന്നു. അതുമാത്രമല്ല, ഒരു മാസത്തിനകം ആ അഭിനേതാവിന്റെ ഒപ്പ് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പുറത്താക്കുന്നു. വീട്ടിലെത്തിയ പെൺകുട്ടി അവിടെ കരഞ്ഞുകൊണ്ട് അവളുടെ സുഹൃത്തിനോടെന്നോണം പരാതി പറയാനൊരുങ്ങുന്നു. എന്നാൽ ബെഡ്ഷീറ്റിനടിയിൽ ആ യുവാവായിരുന്നു ഒളിച്ചിരുന്നത്. പെൺകുട്ടി ഉടനടി തന്നെ തന്റെ സുഹൃത്താണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ മണ്ടയിലേക്ക് കയറിയിരുന്ന് ഇടിക്കാൻ ആരംഭിക്കുന്നു. ഇടിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം അവൾ അവനെ കുറിച്ച് തന്നെയാണ് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പെൺകുട്ടിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ ബെഡ്ഷീറ്റിനടിയിൽ ഒളിച്ചിരുന്നത്. ഉടനടി അയാൾ ആ ഷീറ്റുമായി ഒന്ന് മറിയുന്നുണ്ട്. പെൺകുട്ടി ആ ഷീറ്റിനടിയിലാവുന്നുണ്ട്. ഈ സമയത്ത് രക്ഷപ്പെടാ എന്നോണം പെൺകുട്ടി അയാളെ ചവിട്ടി താഴേക്കിടുന്നു. ഉടനടി തന്നെ പെൺകുട്ടി എന്തിനാണ് തന്റെ വീട്ടിലേക്ക് കയറി വന്നേന്ന് അവനോട് ചോദിക്കുന്നു. അവന്റെ അച്ഛനും അമ്മയും വിദേശത്തേക്ക് പോയിരിക്കുകയാണെന്നും അവന്റെ കയ്യിൽ വീടിന്റെ താക്കോലില്ല, അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ വീട്ടിൽ താമസിക്കാനായി വന്നിരിക്കുകയാണെന്നും അവൻ പറയുന്നു. ഉടനടി തന്നെ പെൺകുട്ടിയാവട്ടെ അവനൊരു അഭിനേതാവാണെന്ന കാര്യം ഓർക്കുന്നുണ്ട്. തന്റെ വീട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ അവളെ അവന്റെ മാനേജറാക്കി നിയമിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. മാനേജറായി അവളെ നിയമിക്കാൻ അവനൊരു പ്രശ്നവുമില്ല, പക്ഷേ ഒരു നിബന്ധനയുണ്ടെന്ന് അവൻ പറയുന്നു. അവൾ അവന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കണം. അതിനുശേഷം അവൻ അവളെ കിസ് ചെയ്യാൻ പോകുന്നു. എന്നാൽ പെൺകുട്ടി അത് തടയുന്നു. അവൻ തമാശ പറയുകയാണെന്നാണ് പെൺകുട്ടി കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു സ്കൂൾ കാലഘട്ട സമയത്ത് തന്നെ അവൻ അവളോട് ഇഷ്ടം തോന്നിയതായിരുന്നു. അവളുടെ ഇഷ്ടം പറയാനായി അവൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരു ലെറ്ററും തയ്യാറാക്കി വെച്ചിരുന്നു. എന്നാൽ ഈ സമയത്ത് പെൺകുട്ടിയുടെ ഡയറി ആവട്ടെ അബദ്ധവശാൽ യുവാവിന്റെ കയ്യിൽ പെൺകുട്ടിയുടെ ഡയറി കിട്ടുകയും അയാൾ അത് വായിക്കാനും ഇടയാവുന്നു. ഡയറിയിലെ കുറിപ്പ് കണ്ട് അയാൾ ഞെട്ടുന്നുണ്ട്. അവൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെന്ന് ആ കുറിപ്പിലുണ്ടായിരുന്നു. അയാളുടെ പേരെന്താണെന്ന് യുവാവ് അറിയാൻ തുടങ്ങിയ സമയത്ത് തന്നെ പെൺകുട്ടി ഉടനടി വന്ന് ഡയറി തട്ടിപ്പറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഒരു അവസരത്തിൽ അവൻ അവളോട് ചോദിക്കുന്നുണ്ട് അവൾക്ക് അവനെ ഇഷ്ടമാണോ എന്ന്. തനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അവൾ അവനോടുള്ള ഫീലിങ്സ് മനസ്സിൽ ഒളിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും അവൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇനി അവളെ വിട്ടുകളയാൻ അവൻ തയ്യാറല്ലായിരുന്നു. അവളുടെ ജോലി നിലനിർത്താനായി പെൺകുട്ടി ആവട്ടെ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടിരിക്കാൻ സമ്മതം അറിയിക്കുന്നു. രാത്രിയിൽ അവനുള്ള ഫുഡ് തയ്യാറാക്കി വെച്ച് അവനെ കഴിക്കാനായി പെൺകുട്ടി വിളിക്കുന്നുണ്ട്. അവനാവട്ടെ ഈ സമയത്ത് ഒരു ബുക്ക് ക്യാബിനറ്റിൽ വെക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഈ സമയത്ത് അവളുടെ ഡയറി താഴെ വീഴാനിടയാവുന്നു. അത് അവളുടെ സ്കൂൾ ടൈമിലെ ഡയറിയാണെന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ പേര് ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ ആ പേജ് എടുത്തു നോക്കുന്നു. അത് അവന്റെ പേര് തന്നെയാണെന്ന് കണ്ട് അവൻ വല്ലാതെ ഷോക്കാവുന്നു.